ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഷ്യാം ഫോൺ അവിടെ മനഃപൂർവ്വം വെച്ചിട്ട് പോകുവാട്ടോ. പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ പതുക്കെ ആ ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ നമ്പർ ഇങ്ങനെ നോട്ട് ചെയ്ത് ബുക്കിലേക്ക് എഴുതി വെക്കുന്നുണ്ട്. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഷ്യാം വരുന്നത്. ഷ്യാം എടുത്ത് ശ്രുതിയുടെ അച്ഛൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുവാട്ടോ. അപ്പോൾ ഷ്യാം ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയാണ്. അല്ല, അച്ഛനെതിരെ എൻ്റെ ഫോൺ എടുത്തത്? ഓ അതോ, എൻ്റെ കൈ തട്ടി ഫോൺ നിലത്ത് വീണോ വെച്ചിട്ട് ഞാൻ എടുത്തതാണെന്ന് പറയാണ്. എന്താ അച്ഛനെന്തെങ്കിലും ആരെങ്കിലും വിളിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാളെ വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വേണ്ട, നമ്പർ ഓർമ്മയില്ല, ഞാൻ പിന്നീട് വിളിച്ചോളാം എന്ന് പറയാണ്. ശരി അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ നിന്ന് മേടിക്കുമായിട്ട് നമ്മുടെ ശ്യാം. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിനെയാണ് കാണിക്കുന്നത്. അശ്വിൻ ഓഫീസിൽ ഓരോരോ വർക്കിൻ്റെ മീറ്റിങ്ങിൻ്റെ തിരക്കിൽ ഓഫീസിലെ സ്റ്റാഫ് അശ്വിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ ഫോണിൽ സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, നോക്ക്, ആരാണെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവരത്തത് പോകാൻ പറഞ്ഞോളൂ എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം നമ്മുടെ അശ്വിനെ കാണാൻ വേണ്ടി ഡയറക്റ്റ് നമ്മുടെ അനുവാദമൊന്നുമില്ലാതെ നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറുവാണ്. അപ്പോൾ ശ്രുതിയുടെ അശ്വിൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് ധൈര്യമുണ്ട് ശ്രുതി ലക്ഷ്മി നിനക്കിവിടെ വരാനായിട്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കോടിക്കണക്കിന് ബിസിനസ്സിൻ്റെ മീറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ, സാർ നിങ്ങൾക്ക് എപ്പോഴും പൈസ, പണം, ബിസിനസ് ഈ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. ലാവണ്യ മേഡത്തിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയണ്ടേ? ലാവണ്യ മേഡത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, നോക്കൂ ശ്രുതി ലക്ഷ്മി, എനിക്ക് അവളുടെ അവസ്ഥയെക്കുറിച്ച് ഒന്നും അറിയണ്ട. നീ പറയാൻ പോണത് എന്താണെന്ന് എനിക്കറിയാം. അവൾ ലണ്ടനിലേക്ക് പോകുന്നു, അതല്ലേ കാര്യം എന്ന് പറയുവാണ്. അതൊക്കെ അവളുടെ ഇഷ്ടമാണ്, ആ ടോപ്പിക്ക് ഇന്നലത്തോടെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ് ഈ കാര്യം കാണുന്നത്. പാവം ലാവണ്യ മേഡം ഇതറിയണ്ട, അവരുടെ പ്രണയം നിങ്ങൾ ഇത്ര നിസ്സാരമായിട്ട് കാണണമെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വല്ലാത്ത വിഷമമായിരിക്കും എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നോക്ക് ശ്രുതി, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കല്യാണം കഴിഞ്ഞില്ലെങ്കിലും ഒരാണിനും പെണ്ണിനും ജീവിതകാലം മുഴുവനും ഒരുമിച്ച് നിൽക്കാൻ പറ്റുമെന്നില്ല. അതിനുള്ള തെളിവാണ് ഇന്നലെ അവൾ പോയത് എന്ന് പറയാണ്. സാർ, നിങ്ങൾ വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരാളുടെ മനസ്സറിയാനും ഒരാളുടെ ഹൃദയം എന്താണെന്നറിയാനും പ്രണയം എന്താണെന്നറിയാനുള്ള നിങ്ങൾക്ക് കഴിയില്ല സർ എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ബിസിനസ്സും നിങ്ങളുടെ സന്തോഷവും മാത്രമാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ വിഷമിച്ചുകൊണ്ട്. അതിനുശേഷം അശ്വിൻ ആകെ മൂഡ് ഔട്ട് ആവുകയാണ്. അശ്വിൻ അതിനുശേഷം ഒറ്റയ്ക്ക് ഒരു മൂലക്ക് മാറിയിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആകാശ് വരുന്നുണ്ട്. ചേട്ടാ, മീറ്റിംഗ് കഴിഞ്ഞു എന്ന് അശ്വിൻ പറയാണ്. ചേട്ടാ, ഞാൻ കുറച്ച് ദിവസമായി ചേട്ടനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു എന്ന് പറയാണ്. അതെന്താ ആകാശ്, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ എന്ന് പറയുവാണ്. ചേട്ടാ, വിവാഹത്തിൻ്റെ കാര്യം ചേട്ടന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അമ്മയും വീട്ടിലെല്ലാവരും ചേട്ടൻ്റെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കാറുണ്ട്. എൻ്റെ അമ്മ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നത് എൻ്റെ വിവാഹം കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ടേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ആകാശെ നീ എന്തൊക്കെയാണ് പറയണതെന്ന് പറയണം. നോക്ക് ആകാശെ, നീ വിവാഹം കഴിച്ച് വേണ്ട ചേട്ടനൊന്നും പറയണ്ട. എത്ര നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ചേട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ടേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ. അഥവാ ചേട്ടൻ വിവാഹം കഴിക്കണില്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയാണ്. ആ സമയത്ത് അശ്വിൻ പറഞ്ഞിട്ട്, ആകാശ്, ഞാൻ വേണ്ട ചേട്ടാ, ഇതെൻ്റെ തീരുമാനമാണ്, എനിക്കിത് കുറച്ച് ദിവസമായി ചേട്ടൻ പറയണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോവുകയാണ്. അതും കൂടി കേൾക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിന് ആകപ്പാടെ വല്ലാത്ത വിഷമവും ബുദ്ധിമുട്ടൊക്കെ തോന്നുവാട്ടോ. അശ്വിൻ അങ്ങനെ തന്നെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുവാണ്. അതിനുശേഷം കാണിക്കുന്ന ശ്രുതിയുടെ അച്ഛനെയാണ്. ശ്രുതിയുടെ അച്ഛൻ ആ നമ്പർ എടുത്തിട്ട് മൊബൈലിൽ നിന്ന് വിളിക്കുവാട്ടോ. രാജകുമാരി എന്ന് പറഞ്ഞ നമ്പർ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്പർ എടുത്തിട്ട് മൊബൈലിൽ ഇങ്ങനെ കുത്തുവാണ്. അതിനുശേഷം അതിലേക്ക് വിളിക്കുമ്പോൾ ഒരു പെണ്ണാണ് ഫോൺ എടുക്കുന്നത്. ഹലോ എന്ന് പറയുമ്പോഴേക്കും, ഇത് രാജകുമാരിയുടെ നമ്പറാണോ? അതെ, രാജകുമാരിയെ സംസാരിക്കണത്. നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ, അത് എനിക്കൊരു കേസിൻ്റെ കാര്യം പറയാനായിരുന്നു, ഒരാളെക്കുറിച്ച് അന്വേഷിക്കാനായിരുന്നു. ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ, അത് ശ്യാം വക്കീലിനെ കുറിച്ചാണ്. ഓ, ശ്യാം മാധവ് വക്കീലിനെ കുറിച്ചാണോ? അദ്ദേഹം എൻ്റെ വക്കീലാണ്. ഒരുപാട് ക്ലയൻസൊക്കെ ഉള്ള ഒരുപാട് നല്ലൊരു പെട്ടെന്ന് തന്നെ കേസൊക്കെ വിജയിക്കുന്ന ഒരു വക്കീലാണ്. എന്താ സാറിന് അയാളെക്കുറിച്ച് അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അയാളുടെ സ്വഭാവത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ല സാർ, ഒരുപാട് ക്ലയൻസ് അദ്ദേഹത്തിനുണ്ട്, അതേ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമ സാറിനെ മനസ്സിലാക്കാമല്ലോ എന്നിങ്ങനെ പറയാണ്. അല്ല, ഞാൻ നിങ്ങൾക്ക് ഇതിന് സഹായം ചെയ്യണോ എന്ന് ആ പെണ്ണ് ചോദിക്കുമ്പോൾ, ഓ വേണ്ട. അല്ല, നിങ്ങളുടെ പേരെന്താണ്? അത് ഞാൻ മേഡത്തിന് അവിടെ നേരിട്ട് വന്ന് കാണാം മേഡം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടയായിട്ട് ശ്രുതിയുടെ അച്ഛൻ. അതിനുശേഷം നമ്മുടെ ശ്യാം ആ പെണ്ണിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ശ്യാമിനോട് ചോദിക്കേണ്ട ആ പെണ്ണ്, അല്ല, ഇതാരായി രാജകുമാരി ശ്യാം സർ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും മാലിനി അറിയേണ്ട കാര്യമില്ല, മാലിനിയുടെ കേസ് ഞാൻ ഫ്രീ ആയിട്ട് വാദിച്ചു പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം ശ്യാം പറയുന്നുണ്ട്, ഇനി
ആ നമ്പറിൽ നിന്ന് കോൾ വന്നാലും നിങ്ങളാണ് രാജകുമാരി, കേട്ടല്ലോ. ഇതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ കേസ് ഫ്രീ ആയിട്ട് വാദിക്കണത് എന്ന് പറയാണ്. ശരി സർ, ഞാൻ ഇതിനെക്കുറിച്ച് ഇനി സാറിനോട് ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ മാലിനി എന്ന് പറഞ്ഞ ക്ലയൻറ്റ് അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അശ്വിൻ സാറ് ലാവണ്യമേടെ ഒന്നായില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോരമേനെയാണ്. മനോരമ നെയിൽ പോളിഷൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഹോ, എൻ്റെ ബേബി അശ്വിൻ ആകാശിൻ്റെ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം. നല്ലൊരു പണക്കാരി പെൺകുട്ടീനെ അവനെ കല്യാണം കഴിപ്പിക്കണം. എന്നിട്ട് കല്യാണം വിളിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ചേട്ടനും കൂടിയിട്ട് BMW കാറിൽ പോയിട്ട് കല്യാണം വിളിക്കും എന്നൊക്കെ പറയുക മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ. മോഹനേട്ടനും ഞാനും കൂടി വില കൂടിയ കാറിൽ പോയിട്ട് എൻ്റെ മകൻ ആകാശിൻ്റെ വിവാഹം വിളിക്കും എന്നൊക്കെ പറഞ്ഞു. അതിനാദ്യം അശ്വിൻ വിവാഹം കഴിക്കണമല്ലോ. അശ്വിൻ വിവാഹം കഴിക്കണമെങ്കിൽ അവൻ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. ലാവണ്യ ബേബി എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. ലാവണ്യ ബേബിനെ ഇവിടെ എങ്ങനെയെങ്കിലും വരുത്തണം. അതിനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് മുത്തശ്ശി വരുന്നുണ്ട് കേട്ടോ. എന്താ മനോരമ നീ ഒറ്റയ്ക്ക് പെറുപിറുക്കണത്? എന്താ ആ ലാവണ്യനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും പ്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ മനോരമ പറയുന്നുണ്ട്, ഹോ എൻ്റെ അമ്മ എന്നെ സമ്മതിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് എന്തൊരു ദീർഘദൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മ ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അതിനുശേഷം അമ്മ പറയുന്നുണ്ട്, നോക്ക് അവൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യം ഇനി ഈ വീട്ടിലില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് മനോരമക്കാകെ ദേഷ്യം വരുക കേട്ടോ. ശേഷം നമ്മുടെ അശ്വിനെയാണ് കാണിക്കുന്നത്. അശ്വിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആ ശ്രുതിലക്ഷ്മി വിഷമിക്കുമ്പോഴും ശ്രുതിലക്ഷ്മിയുടെ കണ്ണ് നിറയുമ്പോഴും അവൾ വേദനിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് വേദനിക്കണം എന്തിനാണ്? അവളുടെ വിഷമങ്ങൾ ഞാൻ എന്തിനാണ് ഇത്ര വലുതായിട്ട് കാണുന്നത്? അവളുടെ വിഷമം മാറ്റാൻ വേണ്ടി ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ. അതിനുശേഷം പെട്ടെന്നാണ് അശ്വിൻ മേശപ്പുറത്ത് നോക്കുമ്പോൾ ആ ഒരു ലെറ്റർ കാണുന്നത്. ആ ലെറ്റർ എടുത്ത് അശ്വിൻ പൊട്ടിച്ച് വായിച്ചു നോക്കുമ്പോൾ അത് നമ്മുടെ ലാവണ്യാണ് എഴുതിയിരിക്കുന്നത്. ലാവണ്യ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, അശ്വിൻ എന്നോട് ക്ഷമിക്ക്, എനിക്ക് നിന്നെ കാണാതിരിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം എന്ന് പറയാണ്. അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഒരു ലെറ്ററാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് വായിച്ചിട്ട് നമ്മുടെ അശ്വിൻ ആ ലെറ്റർ ഇങ്ങനെ മാറ്റിക്കളയുവാണ്. അതിനുശേഷം അശ്വിൻ തീരുമാനിക്കുകയാണ് എന്തായാലും ലാവണ്യനെ ഒന്ന് പോയി കാണാമെന്ന്. അങ്ങനെ അശ്വിൻ ഇങ്ങനെ അവിടെ നിന്ന് പുറപ്പെടുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ലാവണ്യയും ശ്രുതിയും അശ്വിനെ വെയിറ്റ് ചെയ്ത് ലാവണ്യയുടെ ഫ്ലാറ്റിലിരിക്കുകയാണ്. ലാവണ്യ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കാർട്ടൂൺ ബേബി, സാർ വരാനൊന്നും പോകുന്നില്ല, മേഡം വെയിറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം, ഒരു 10-15 മിനിറ്റ് കൂടി നോക്കാം മേഡം എന്നിങ്ങനെ പറയുമ്പോൾ ആരോ കോളിംഗ് ബെൽ അടിക്കുകയാണ്. ശ്രുതി വേഗം പോയി വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ അശ്വിൻ സാറാട്ടോ. അശ്വിനെ കാണുന്നത് ശ്രുതിക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. ശ്രുതി പെട്ടെന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് അശ്വിൻ ശ്രുതിയുടെ മുഖത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിൻ ശ്രുതിയും കൂടി ഒരുമിച്ച് എന്നെ കാണുമ്പോഴേക്കും ലാവണ്യക്ക് പെട്ടെന്ന് സന്തോഷമാവാണ്. ലാവണ്യ പെട്ടെന്ന് അശ്വിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. സാർ എന്നോട് ക്ഷമിക്കുക സാർ, ഐ മിസ് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. അത് കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു വിഷമോ സന്തോഷമോ എന്തൊക്കെയോ തോന്നും കേട്ടോ. ശ്രുതി പെട്ടെന്ന് അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അശ്വിനും അതേ ഫീല് തന്നെയാണ്. അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുക കേട്ടോ. ശ്രുതി അവിടെ നിന്ന് ലിഫ്റ്റ് കയറി പോകുകയാണ്. കരയണമൊന്നുമില്ല, പക്ഷെ ശ്രുതിക്ക് ഒരു വിഷമമുണ്ട്. നമ്മൾ ഹിന്ദിയിൽ കാണുന്ന പോലെ കരയൊന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. അശ്വിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് ശ്രുതി പോകുമ്പോൾ. അതിനുശേഷം അശ്വിൻ്റെ വീട്ടിലാണെങ്കിൽ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം മുത്തശ്ശി ചോദിക്കേണ്ടത്, രാമ എല്ലാ കാര്യങ്ങളും റെഡിയാണല്ലോ അല്ലേ? എല്ലാം റെഡിയാണ്, ഇനി മുത്തശ്ശി വന്ന് തിരി കൊളുത്തിയാൽ മാത്രം മതി എന്ന് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശി തിരി കൊളുത്താൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ വാതിലിൽ ഇങ്ങനെ മുട്ടുവാട്ടോ. രാമ അതാരാന്ന് പോയി നോക്ക് എന്ന് മുത്തശ്ശി പറയുമ്പോൾ രാമേട്ടൻ പോയിട്ട് വാതിൽ തുറക്കുവാണ്. വാതിൽ തുറക്കുമ്പോഴേക്കും അശ്വിനാണ് വരുന്നത്. അശ്വിൻ്റെ കയ്യിൽ ലാവണ്യയുടെ പെട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ അശ്വിന് ലാവണ്യനെയും കൂട്ടിക്കൊണ്ട് വരുന്ന ആ ഒരു ഭാഗത്തോട് കൂട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.